നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച പുതിയ ഉഭയകക്ഷി ധാരണാപത്രത്തിന്മേൽ ആഗോളതലത്തിൽ പല വിധത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തോടെ ആരംഭിച്ച യുദ്ധത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ 14 നിർണായക വ്യവസ്ഥകളടങ്ങിയ ഈ കരാർ ഇറാന് അനാവശ്യമായ ഇളവുകൾ നൽകുന്നതാണെന്ന രീതിയിൽ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. മുൻപ് ഒബാമ ഭരണകൂടത്തിന്റെ കാലത്തുണ്ടായ ആണവ കരാറുമായി താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ധാരണ ഏതെല്ലാം വിധത്തിലാണ് വ്യത്യസ്തമാകുന്നതെന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധത്തിൽ വൻ തകർച്ച നേരിട്ട ഇറാന് പുതുജീവൻ പകരുന്നതാണ് പുതിയ കരാറെന്നാണ് നിഗമനങ്ങൾ. BBC റിപ്പോർട്ടിൽ കരാറിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും പ്രധാനമായും ആയുധങ്ങളും ആണവ പദ്ധതികളും എങ്ങനെ ചർച്ച ചെയ്തു എന്നുള്ളതാണ്. 2015 ആണവ കരാർ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെ കൃത്യമായ അളവിൽ, അതായത് 3.67% ആയി നിയന്ത്രിക്കാനും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കടുത്ത നിരീക്ഷണത്തിൽ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്നാൽ 2018-ൽ ട്രംപ് അതിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതോടെ ഇറാൻ ആണവ പദ്ധതികൾ വീണ്ടും സജീവമാക്കി. നിലവിലെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇറാന്റെ പക്കൽ 60% വരെ സമ്പുഷ്ടീകരിച്ച 440 കിലോഗ്രാം യുറേനിയം ഉണ്ടായിരുന്നുവെന്നാണ് കണക്ക്. പുതിയ കരാറിലും ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ പക്കലുള്ള ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ചോ പുറത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചോ കരാറിന്റെ ഔദ്യോഗിക രേഖകളിൽ വ്യക്തതയില്ല. ഏറ്റവും പ്രധാനമായി മുൻപ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ ട്രംപ് ശക്തമായി എതിർത്തിരുന്നെങ്കിൽ പുതിയ കരാറിൽ മിസൈൽ നിയന്ത്രണത്തെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. മറ്റു രാജ്യങ്ങൾക്ക് മിസൈൽ ആകാമെങ്കിൽ ഇറാൻ എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന നിലപാടിലാണ് ട്രംപ് ഇപ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉപരോധവും പണമിടപാടുമാണ്. വർഷങ്ങളായി തുടരുന്ന US ഉപരോധങ്ങൾ മൂലം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എന്നാൽ പുതിയ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇറാന് മേലുള്ള എല്ലാവിധ ഉപരോധങ്ങളും ഘട്ടം ഘട്ടമായി അമേരിക്ക പിൻവലിക്കും. ഇതിൽ ഏറ്റവും നിർണായകമായത് ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതിക്കും ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവനങ്ങൾക്കുള്ള ഇളവുകൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നതാണ്. ഇതിനു പുറമെ യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ പുനർനിർമ്മാണത്തിനായി പ്രാദേശിക പങ്കാളികളുമായി ചേർന്ന് $300 ബില്യൺ, ഏകദേശം 25 ലക്ഷം കോടിയിലധികം രൂപ അതിന്റെ വികസന പദ്ധതിയും അമേരിക്ക വിഭാവനം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഹോർമൂസ് കടലിടുക്കും കപ്പൽ ഗതാഗതവുമാണ്. ആഗോള ഇന്ധന വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയാണ് പ്രധാനം. യുദ്ധം ആരംഭിച്ചതോടെ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം പ്രതിദിനം ശരാശരി 94-ൽ നിന്നും വെറും 6 ആയി ചുരുങ്ങിയിരുന്നു. പുതിയ കരാർ പ്രകാരം ഇറാനെതിരെയുള്ള നാവിക ഉപരോധം 30 ദിവസത്തിനകം അമേരിക്ക അവസാനിപ്പിക്കും. അതേസമയം വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കാൻ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് 60 ദിവസത്തേക്ക് മാത്രമായിരിക്കുമെന്നാണ് കരാറിലുള്ളത്. അതിനുശേഷം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് പ്രത്യേക ഫീസ് ഈടാക്കാനുള്ള ഇറാന്റെ നീക്കത്തെ തടയാൻ അമേരിക്കൻ കരാറിൽ വ്യവസ്ഥകളൊന്നുമില്ല. ഇത് മേഖലയിൽ ഇറാന്റെ സാമ്പത്തിക നാവിക സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ചുരുക്കത്തിൽ 2015-ലെ കരാർ ദീർഘകാലത്തെ ചർച്ചകൾക്ക് ശേഷമുണ്ടായ പൂർണ്ണമായ ഒരു ആണവ കരാർ ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ധാരണ വരാനിരിക്കുന്ന വലിയ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള 60 ദിവസത്തെ ഒരു താൽക്കാലിക ചട്ടക്കൂട് മാത്രമാണ്. എങ്കിലും മുൻപത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പുതിയ കരാറിലൂടെ ഇറാന് സാധിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.